ഇങ്ങനെ മികവുറ്റൊരു സേനയായി കേരള പോലീസ് മാറി. അതിന് ദിശാബോധം നൽകാൻ സർക്കാർ ഇടപെടുമ്പോൾ അതിൽ വലിയ പങ്ക് വഹിക്കാൻ സംഘടനകൾക്കും സാധിക്കേണ്ടതുണ്ട്. സേനാംഗങ്ങളുടെ പല കാര്യങ്ങളും ഇവിടെ ചൂണ്ടിക്കാട്ടി, പല ആവശ്യങ്ങളും ഇവിടെ ചൂണ്ടിക്കാട്ടി. പലപ്പോഴും ആവശ്യങ്ങളെ മനസ്സിലാക്കി അത് ഇടപെട്ട് പരിഹരിക്കാനുള്ള എല്ലാ ശ്രമവുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് എന്താണെന്നും പോലീസ് സേനാംഗങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം എന്താണെന്നും ഒക്കെ തന്നെ വ്യക്തിപരമായും നന്നായി മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാനും ഒരു പോലീസ് കുടുംബാംഗം ആയിരുന്നു എന്നുള്ളതാണ് ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത്. പോലീസ് അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട്. വെയിലും മഴയും പ്രതിസന്ധികളും ഒക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകും. ട്രാഫിക് പോലീസ് എത്ര നേരമാണ് വെയിൽ കൊണ്ട് നിൽക്കുന്നത്. മഴ വന്നാലും വെയിൽ വന്നാലും അനുഭവിക്കുന്ന പ്രയാസം. കുടുംബത്തിനോടൊപ്പം സമയം ചെലവഴിക്കാൻ വേണ്ടി മാറ്റിവെച്ച സമയത്തായിരിക്കും പെട്ടെന്ന് ഒരു ഉത്തരവാദിത്വം വരുന്നത്. ഇങ്ങനെ എന്തൊക്കെ പ്രയാസം. ഈ പ്രയാസവും പ്രതിസന്ധിയും അനുഭവിച്ചു കൊണ്ടുപോകുന്ന സേനാംഗങ്ങൾ അടങ്ങിയതാണ് പോലീസ് സേനാംഗങ്ങൾ. മാനസിക സമ്മർദ്ദമാണെങ്കിൽ അത് വലിയ നിലയിൽ ബാധിക്കുന്നു. അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ പോലീസ് സേനാംഗങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ സേനാംഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ സേനാംഗങ്ങളുടെ ആകെ നേതൃത്വമായി നിങ്ങളുടെ സംഘടനക്ക് മാറാൻ സാധിക്കണം എന്ന് ഞാൻ ചൂണ്ടിക്കാട്ടും. സംഘടന നിങ്ങൾ വ്യക്തിപരമായും നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ ശ്രദ്ധയിൽപ്പെടുത്തുന്നതുമായ ഒക്കെ എല്ലാ കാര്യങ്ങളും പരിഹരിക്കാനുള്ള ഏത് ഇടപെടലും നടത്താൻ സർക്കാർ തയ്യാറാണ് എന്നുള്ളത് പ്രത്യേകം ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തെറ്റായ പ്രവണതകൾ എല്ലാ മേഖലയിലും ഉള്ളതുപോലെ തന്നെ പോലീസ് സേനയിലുമുണ്ട്. തെറ്റായ പ്രവണതകളോട് ഒരു തരത്തിലും സന്ധി ചെയ്യാത്തൊരു സർക്കാരാണ് കേരളത്തിലെ LDF സർക്കാർ. അതുകൊണ്ട് തന്നെ തെറ്റായ പ്രവണതകളെ തിരുത്താൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാനാകണം. ചിലരെങ്കിലും വഴിമാറി നടക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും. അത്തരം വ്യക്തികളെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള നിരന്തരമായ ഇടപെടൽ കൂടി നിങ്ങൾക്ക് നടത്താൻ സാധിക്കണം. മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല. മുഖ്യാതിഥി അഡ്വക്കേറ്റ് ജോയ് ഉൾപ്പെടെ ഇവിടെ സംസാരിക്കാനുണ്ട്. മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കാതെ ഇവിടെ വരാനും ഈ കൺവെൻഷന്റെ ഭാഗമാകാനും സാധിച്ചതിന്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.